ഇപ്പൊ ലാലേട്ടനും മമ്മൂക്കയ്ക്കും മുമ്പ് സൂപ്പർ സ്റ്റാർ ആയ ഒരാളാണ് ശങ്കർ സാറ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു അതേ ഒരു സ്റ്റാർഡം ഇപ്പോഴും നിലനിൽക്കേണ്ട ഒരാളാണ്. എപ്പോഴും എപ്പോഴും എന്റെ സെലക്ഷൻ തെറ്റിപ്പോയി എന്ന് എവിടെയെങ്കിലും സാറിന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞതുമാതിരി ഈ റൊമാൻറ്റിക് റോൾസ് ആണല്ലോ നമ്മൾ കളി. റൊമാൻറ്റിക് ഹീറോസിന് ഒരു സർട്ടൻ ടൈം കഴിയുമ്പോൾ അവരുടെ അപ്പം അതായിരിക്കണം സംഭവിച്ചത്. അതുകൊണ്ടാണ് ഞാൻ വ്യത്യാസമായിട്ട് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ പലതും നമ്മൾ വിചാരിക്കുന്ന മാതിരി നടക്കാറില്ല. ഇപ്പൊ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ലാലേട്ടന്റെ കഥാപാത്രം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ആ കഥാപാത്രത്തെ കുറച്ചുകൂടി ആൾക്കാർ എന്താ പറയാ, ലാലേട്ടന് ഒരു അക്സെപ്റ്റൻസ് ലാസ്റ്റ് കിട്ടുന്നുണ്ടല്ലോ, ആ നായകൻ അങ്ങനെ അവസാനിക്കുന്നത് കൊണ്ട്. അല്ല, അത് റിലീസിന് വേണ്ടി ചെയ്ത സിനിമയല്ല. അത് ഞാൻ എൻ്റെ ആദ്യത്തെ പടമാണ്, ഫിലിമിൽ ചെയ്തത്. അപ്പം അത് ഞങ്ങൾ കുറച്ച് ഒരു ഫെസ്റ്റിവൽ മൂഡിൽ ചെയ്തതാണ്. കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയൊക്കെ ചെയ്തതാണ്. ബിക്കോസ് അറിയാൻ വേണ്ടിയിട്ടും ആഗ്രഹമുണ്ട് പ്രൊഡക്ഷൻ ചെയ്യണമെന്ന്. നല്ല സിനിമകൾ വന്നു. പക്ഷെ എല്ലാത്തിനും ഒരു റിസ്ക് ഫാക്ടർ ഉണ്ടല്ലോ. സിനിമ എന്ന് പറയുമ്പോൾ ഏത് സിനിമ എടുത്താൽ ഏതാ വിജയിക്കാതിരിക്കുക നമുക്കറിയാം. പറയാൻ പറ്റില്ല. റിസ്ക് ഫാക്ടർ ഭയങ്കരമായിട്ടുണ്ട്. ഓരോ സിനിമ എടുക്കുമ്പോഴും അങ്ങനെയാണ്. എനിക്ക് ഇതുവരെയ്ക്ക് സിനിമയിൽ നിന്ന് നഷ്ടങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണെങ്കിലും അതൊന്നും എനിക്ക് ലോസ് ആയിട്ട് വന്നിട്ടില്ല. പക്ഷേ ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ ചെയ്തത്. കുറേ ആളുകൾ നല്ലതാണെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് തോന്നും ചിലപ്പോൾ ഈ ഒരു സിനിമ എടുത്താൽ നമുക്ക് കുറേ അവാർഡ് വഴി അങ്ങനെ നമുക്ക് നമ്മുടെ റിട്ടേൺസ് തിരിച്ചു പിടിക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു എഴുത്തോല അങ്ങനെയാണ്. നമ്മൾ കുറേയൊക്കെ തിരിച്ചു പിടിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഇപ്പൊ മമ്മൂക്കയൊക്കെ പ്രതിനായകൻ വേഷം ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ആഘോഷിക്കാറുണ്ട്, എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു അവർ. ഇപ്പൊ ഇന്ന് നമ്മൾ നെഗറ്റീവ് ചെയ്താൽ അതിനെ നല്ലൊരു സെൻസിലെ ആൾക്കാർ എടുക്കുള്ളൂ. ആക്ടിങ് ആണ്. പക്ഷെ ഉർവശിയായിട്ട് എനിക്ക് വേറെ കൂടുതൽ സിനിമയൊന്നും അഭിനയിക്കാൻ പറ്റിയില്ല. ആ സമയത്ത് മേനകയുടെ കൂടെയാണ് ഞാൻ കൂടുതൽ സിനിമ ചെയ്തിരിക്കുന്നത്. ഞാനും വിചാരിച്ചു ഉർവശിയുടെ കൂടെ ഒരുപാട് സിനിമ ചെയ്യുന്നു. പക്ഷെ അതെന്തോ സാധിച്ചില്ല. ബിക്കോസ് ഞാൻ പെട്ടെന്ന് സക്സസ് കണ്ട ഒരാളാണ്. കുറേ വന്ന് സിനിമയിൽ വന്ന് സ്ട്രഗിൾ ചെയ്ത് ചെറിയ വേഷങ്ങൾ ചെയ്ത് അങ്ങനെയൊന്നല്ല ഞാൻ വന്നത്. എൻ്റെ പടം ഒരു നിലയിലാകുന്ന ഹീറോ ആയിട്ട് വന്നു. ഒറ്റ രാത്രി കൊണ്ട് ഞാൻ സ്റ്റാറായി. 165 ദിവസം സിനിമ കളിച്ചു. പക്ഷെ അങ്ങനെ സിനിമയിൽ ഒരു കോക്കസ് ഉണ്ട്, അങ്ങനെയൊക്കെ സാർ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. ബിക്കോസ് ആർക്കും ആരെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. ബിക്കോസ് അതൊക്കെ ഞാൻ വന്നത് എത്രയോ വലിയ സൂപ്പർ സ്റ്റാർസുള്ള സമയത്തല്ല എൻ്റെ സിനിമ വന്ന് ഓടുന്നതും ഞാൻ ഒരു സ്റ്റാർ ആവുന്നതും നമുക്കൊരു സ്റ്റാർഡം ഉണ്ടാവുന്നതൊക്കെ. ആർക്കും ആരെയും നശിപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മുടെ ഏജ് മാറും. അപ്പോൾ നമ്മൾ അതൊന്ന് മാറി വരാൻ ശ്രമിക്കുമ്പോൾ ചിലത് വിജയിക്കും, ചിലത് വിജയിക്കാറില്ല. പക്ഷെ തിരിച്ചൊരു വരവുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അത് സംഭവിക്കും. ഹായ്, ഹലോ, വെൽക്കം ടു സിനിമാടെക്. എറിക് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ലെജൻഡറി ആക്ടർ ശങ്കർ സാറാണ്. ശങ്കർ സാറ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. വെൽക്കം സാർ. താങ്ക് യു. എറിക്കാണ് ഇപ്പോഴത്തെ പുതിയ സാറിൻ്റെ വിശേഷം. നമ്മൾ പോസ്റ്റ് കാണുമ്പോൾ ഒരു കോൺജറിങ് കാണുന്ന പോലെയൊക്കെ ഉണ്ട്. അത്രയും രസമായിട്ടാണ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണോ കൺജറിങ് ഒക്കെ പോലെ? ആ സിനിമ നമ്മൾ അതുപോലെയൊക്കെ തന്നെ കുറേ എടുത്തിരിക്കുന്നത്. വിഷ്വലി ഒക്കെ കുറേയും കൂടിയും വിഷ്വലിന് ഞങ്ങൾ കുറേ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ. പിന്നെ മുഴുനീളം ലണ്ടനിൽ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ലണ്ടൻ്റേതായിട്ടുള്ള ഒരു വിഷ്വൽസും ഒക്കെ അതിനകത്ത്. പിന്നെ ഹൊറർ മൂവിയാണല്ലോ. ഹൊറർ ത്രില്ലർ എപ്പോഴും ഓഡിയൻസ് ഉണ്ട്, എപ്പോഴും എല്ലാവർക്കും കാണാൻ ഇഷ്ടമാണ്. പേടിയാണെങ്കിൽ കൂടി നമ്മളത് കണ്ടിരിക്കും. അപ്പോൾ ആ ഒരു എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ജോണറാണ്. അപ്പോൾ സാർ എങ്ങനെയാണ് ഹൊററിലേക്ക് 3 പടങ്ങൾ സംവിധാനം ചെയ്തു, ഇത് ഹൊറർ ചെയ്യാനല്ല? ഇങ്ങനെ ഒരു കഥ വന്നപ്പോൾ ആ കഥയിൽ കുറച്ച് സാധ്യതകൾ തോന്നി. പിന്നെ ഞങ്ങൾ ഇരുന്നത് വർക്ക് ചെയ്തപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഇറങ്ങി. ഇപ്പം ഏത് സിനിമയായാലും അതിപ്പോൾ ഏത് ആക്ഷൻ പടമാവാം, അല്ലെങ്കിൽ ഹൊറർ ആവാം, അല്ലെങ്കിൽ ലവ് സ്റ്റോറി ആവാം, ഏതാണെങ്കിലും നമ്മൾ ചെയ്യുന്ന രീതിയാണല്ലോ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, അവർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഹൊറർ സിനിമയുടെ ഒരു പ്രേക്ഷകനാണോ? ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഞാൻ കാണാറുണ്ട്. പക്ഷേ നമ്മൾ യൂഷ്വലി നോക്കുമ്പോൾ ഏത് ഇതിലിപ്പോൾ നമ്മൾ കൂടുതൽ ഇപ്പോൾ ഒരു ഒരുപാട് ചാനൽസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മളതിൽ നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു ത്രില്ലറും ഹൊററും കാണുമ്പോഴാണല്ലോ നമ്മളത് പോയി കാണുന്നത്. അല്ല, മറ്റേതിലേക്ക് നമ്മൾ പതുക്കെ പോവുള്ളൂ, കേട്ട് അറിഞ്ഞിട്ടൊക്കെ. ഇത് നമ്മളൊന്ന് നോക്കാം. അപ്പം അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇത് എനിക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനത് ലണ്ടനിൽ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാം ഒത്തു വന്നപ്പോൾ അങ്ങ് ചെയ്തു. അത്രേ ഉള്ളൂ. സാർ ഇതിനു മുമ്പ് സംവിധാനം ചെയ്തത് വൈറസ് ആകട്ടെ, അത് റിലീസായില്ലെങ്കിൽ കൂടി എല്ലാം വൈറസ് റിലീസിന് വേണ്ടി ചെയ്ത സിനിമയല്ല. അത് ഞാൻ എൻ്റെ ആദ്യത്തെ പടമാണത്, ഫിലിമിൽ ചെയ്തത്.
അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് ഒരു ഫെസ്റ്റിവൽ മൂഡിൽ ചെയ്തതാണ്. കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയൊക്കെ ചെയ്തതാണ്, ബിക്കോസ് അറിയാൻ വേണ്ടിയിട്ടും ഒക്കെ. പിന്നെ ഞാൻ ശരിക്കൊരു പടം ചെയ്യുന്ന കേരളോത്സവമാണ്. പക്ഷെ എല്ലാവരും സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരാളെ ഒരു സംവിധാനമാണ് ചെയ്തിട്ടുള്ളത്. അതെ അതെ. അപ്പോൾ അത് അങ്ങനെ ഒരു തോട്ടെന്ന് എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുക. അത് വിജയിക്കുമോ വിജയിക്കില്ലേ നമുക്കറിയില്ല, പക്ഷെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനൊരു സിനിമ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് മണൽ നഗർ ചെയ്ത് കംപ്ലീറ്റ് ദുബായിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ്. തമിഴായിരുന്നു ശരിക്കും, പിന്നെ അത് ഡബ് ചെയ്ത ഒരു മലയാളത്തിൽ സാൻ സിറ്റി എന്നും പറഞ്ഞിറക്കി. അപ്പോൾ അതും ഒരു വേറൊരു ഒരു 3 ടൈപ്പ് ഓഫ് ലവ് പറയുന്നൊരു സ്റ്റോറിയായിരുന്നു. ഇതിലേക്ക് വരുമ്പോൾ എനിക്ക് കുറച്ചും കൂടിയും ഇതുപോലെയുള്ള സിനിമകൾ ഇഷ്ടമാണ്. ഈ പറഞ്ഞ മാതിരി കുറച്ചും കൂടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. നിർമ്മാണത്തിലേക്ക് പറയുകയാണെങ്കിൽ എഴുത്തോല ചെയ്തു. ചേക്കേറാനൊരു ചില്ലയായിരുന്നു ആദ്യം നിർമ്മാണം ചെയ്തത്. ചേക്കേറാനൊരു ചില്ലാണ് അതിന് മുമ്പ് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്നും പറഞ്ഞിട്ടൊരു സിനിമ ചെയ്തു. മണിയമ്പിള്ള രാജു, ലാല്, പിന്നെ പ്രിയദർശൻ, ഞങ്ങളെല്ലാവരും കൂടി ചെയ്തൊരു സിനിമയാണ് ആനന്ദേട്ടനോട് കൂടി. ആ സിനിമ ആണ് ആദ്യം ചെയ്തത്. പിന്നെ അതിന് ശേഷം ഇത് ചെയ്തു, ചേക്കേറാൻ ചില്ല ചെയ്തു. പിന്നെ തമിഴിൽ കാതലെന്നും നദിയില്ലേ എന്ന് പറയുന്നൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു. പിന്നെ എഴുത്തോല. ആ ഒരു പ്രൊഡ്യൂസർ ആവണ്ടെന്ന് പിന്നീട് എപ്പോഴെങ്കിലും തീരുമാനിച്ചായിരുന്നു? മാത്രമല്ല നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും റിട്ടേൺ കിട്ടണമല്ലോ. ചേക്കേറാനൊരു ചില നല്ല ആർട്ടിസ്റ്റുകൾ ഒരുപാട് ഉണ്ടായിട്ടും സാറിന് ഒരു പ്രതീക്ഷിച്ച അത്ര ഒരു വിജയം അതിലേക്ക് വന്നില്ലല്ലോ. പടം വിജയിച്ചു. പ്രത്യേകിച്ച് BNC സെൻറ്റേഴ്സിലാണ് അത് ഭയങ്കരമായിട്ട് വിജയിച്ചത്. എനിക്കതിൽ നഷ്ടം വന്നിട്ടില്ല. ആ സിനിമയിൽ ബ്രേക്ക് ഈവനായിട്ട് പോയി, ചെറിയ ലാഭവും കിട്ടി. പക്ഷെ ഞാൻ സിനിമ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണച്ചിട്ടൊന്നുമല്ല. അത് നമ്മളിങ്ങനെ സംസാരിച്ച് വരുമ്പോൾ എഴുത്തോല നല്ലൊരു സ്റ്റോറി ആയിരുന്നു. അപ്പോൾ അത് വിജയിക്കുകയോ ഇല്ലയോ, നമുക്ക് കുറേ അവാർഡ്സൊക്കെ കിട്ടുന്നറിയാം. അപ്പം അങ്ങനെയാണ് നല്ലൊരു സിനിമയായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുത്തതാണത്. അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ചെയ്യണം, ആഗ്രഹമുണ്ട് പ്രൊഡക്ഷൻ ചെയ്യണമെന്ന്. നല്ല സിനിമകൾ വന്നു. പക്ഷെ എല്ലാത്തിനും ഒരു റിസ്ക് ഫാക്ടർ ഉണ്ടല്ലോ. സിനിമ എന്ന് പറയുമ്പോൾ ഏത് സിനിമ എടുത്താൽ ഏതാ വിജയിക്കാതിരിക്കുക നമുക്കറിയാം, പറയാൻ പറ്റില്ല. റിസ്ക് ഫാക്ടർ ഭയങ്കരമായിട്ടുണ്ട്. എന്നാലും നമുക്ക് തോന്നും ചിലപ്പോൾ ഈ ഒരു സിനിമ എടുത്താൽ നമുക്ക് കുറേ അവാർഡ് വഴി അങ്ങനെ നമുക്ക് നമ്മുടെ റിട്ടേൺസ് തിരിച്ചു പിടിക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു എഴുത്തോല അങ്ങനെയാണ്. അത് നമ്മൾ കുറേയൊക്കെ തിരിച്ചു പിടിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഓരോ സിനിമ എടുക്കുമ്പോഴും അങ്ങനെയാണ്. എനിക്ക് ഇതുവരെയ്ക്ക് സിനിമയിൽ നിന്ന് നഷ്ടങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണെങ്കിലും അതൊന്നും എനിക്ക് ലോസ് ആയിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ ഹലോ മൈ ഡിയർ റോങ് നമ്പർക്ക് നല്ല പൈസ കിട്ടി, അത് നല്ലൊരു സിനിമയാണ്. പിന്നെ അതേപോലെ തന്നെ ചേക്കേറാൻ ചൊല്ലി എനിക്ക് കുറച്ച് ലാഭം കിട്ടിയ സിനിമയാണ്. പിന്നെ അതുപോലെ എടുത്ത സിനിമകളിലൊന്നും നഷ്ടം വന്നിട്ടില്ല. റിസ്ക് എടുക്കാൻ ഇഷ്ടമാണോ ലൈഫിൽ? നമ്മുടെ പാഷൻ. നമ്മൾ സിനിമയല്ല, നമുക്ക് സിനിമയല്ലാതെ വേറെ എന്താ അറിയാം. അപ്പോൾ നമ്മൾ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ അത് ഡയറക്ഷൻ ചെയ്യുന്നു, ആക്ടിങ് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷനിലായിട്ട് ഇറങ്ങിയിട്ടില്ല. ഇനി അതും കൂടി സിനിമയുടെ എല്ലാ മേഖലകളിലും സഞ്ചരിക്കാൻ ഇഷ്ടമാണ്. അതെ അതെ. ഇപ്പം ഞാനിങ്ങനെ സാറിൻ്റെ ഒരു സിനിമകളിലൊക്കെ താഴെ കമൻറ്റുകൾ കാണുമ്പോൾ അധികം ഞാൻ കണ്ടൊരു കമൻ്റ് എന്ന് വെച്ചാൽ, ഈ സാറിങ്ങനെ റൊമാൻറ്റിക് ഹീറോ എന്ന് പെട്ടെന്ന് മാറി ഒരു ബ്രേക്ക് എടുത്ത് കിഴക്കുണരും പക്ഷിയിൽ വില്ലനായല്ലോ. നമുക്ക് ഇഷ്ടമല്ല കിഴക്കുണരും പക്ഷിയിൽ ശങ്കർ സാർ അത് ചെയ്യണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടു. അത് സാറിന് കിഴക്കുണരും പക്ഷിയിൽ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. ബിക്കോസ് ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാണത്. എൻ്റെ കാരണം ഞാൻ അന്ന് ഒരുപാട് ഈ റൊമാൻറ്റിക് ഫിലിംസ് മാത്രം ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യണം എന്ന് ഫീൽ ചെയ്തു. ഇപ്പോൾ സുഗമോ ദേവിയിലാണെങ്കിൽ വളരെ ഇതായിട്ട് പോകുന്നൊരു ക്യാരക്ടർ, ഹീറോ ആണെങ്കിലും നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. എനിക്ക് പേഴ്സണലി വലിയ ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ് സുഗമോ ദേവി. ഭയങ്കര രസമാണ്. അതെ. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു അതിന് മാറ്റി ഒന്ന് പിടിക്കണം, എന്തെങ്കിലും നമ്മൾ ഡിഫറെൻറ്റ്. സിനിമ എന്ന് പറയുന്ന ആക്ടർ എന്ന നിലയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം. ഹ്യൂമറൊക്കെ നമ്മൾ കുറച്ച് ചെയ്തു. അപ്പോൾ ഞാൻ ഇങ്ങനെ വേണു നാഗവള്ളിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞാൽ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കിഴക്കുണരും പക്ഷി പറഞ്ഞത്. അപ്പോൾ കിഴക്കുണരും പക്ഷി ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ ചെയ്തത്. കുറേ ആളുകൾ നല്ലതാണെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, ഇഷ്ടപ്പെടാതെ പോകും. പക്ഷേ ആൾക്കാരെന്ന് പറഞ്ഞാൽ അതൊരു സ്നേഹം കൊണ്ടായിരിക്കും. ഒരു നായകൻ എന്നെ കണ്ടിരിക്കുന്ന മുഴുവൻ അങ്ങനത്തെ വേഷങ്ങളിൽ കണ്ടിട്ട് പെട്ടെന്നൊരു
പ്രതിനായകന്റെ വേഷത്തിൽ വന്നപ്പോൾ ആൾക്കാർക്ക് അത് ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ മമ്മൂക്കയൊക്കെ പ്രതിനായകൻ വേഷം ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും ആഘോഷിക്കാറുണ്ട്, എൻജോയ് ചെയ്യാറുണ്ട്. അല്ല, ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു അവർ. ഇപ്പൊ ഇന്ന് നമ്മൾ നെഗറ്റീവ് ചെയ്താൽ അതിനെ നല്ലൊരു സെൻസിലെ ആൾക്കാർ എടുക്കുള്ളൂ. ആക്ടിങ് ആണ്. പക്ഷെ അന്ന് അങ്ങനെയല്ല. അന്ന് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് ആൾക്കാർ. എന്ന് വെച്ചാൽ നമ്മളിൽ ഒരാളായിട്ടാണ് കാണുന്നത്. ഇപ്പൊ ശങ്കർ സാറിന് ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, സാറിന് ഈ സ്ത്രീകളായാലും എല്ലാരും ഇങ്ങനെ മൂടുവാണ് സാറേ, ഇങ്ങനെ സ്റ്റാർഡം കൊണ്ട് എല്ലാരും ഇങ്ങനെ പൊതിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് നെഗറ്റീവ് ചെയ്യുമ്പോൾ അത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായിരിക്കണം. പക്ഷെ അഭിമന്യുവിന്റെ വേഷം കുറച്ച് ഹീറോ ആണെങ്കിൽ കൂടി അതിൽ ജസ്റ്റ് ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ട് അതിനകത്ത്. പക്ഷെ എന്നാൽ കൂടി അത് ആൾക്കാർ നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്തു. അതൊക്കെ അക്സെപ്റ്റ് ചെയ്യലല്ല, അതിന്റെ ഒഴുക്കിൽ അങ്ങ് പോയി, അത്രേ ഉള്ളൂ. സാറിന്റെ തുടക്കം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഇന്നും ഇപ്പം 2K കിഡ്സിനായാലും കണ്ട ഇഷ്ടമുള്ള ഒരു മൂവിയാണ്. അപ്പം ലാലേട്ടനുമായിട്ട് അത്രയുള്ള ഒരു സൗഹൃദം തുടങ്ങി ഒരുപാട് സിനിമകൾ നിങ്ങൾ ചെയ്തു. ഞാൻ കേട്ടിട്ടുണ്ട് ഒന്നിച്ച് ഉണ്ടുറങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോഴും ആ ഒരു സൗഹൃദം അങ്ങനെ തന്നെ ഉണ്ട്? സൗഹൃദം ഞങ്ങളുടെ എപ്പോഴും അതേപോലെ തന്നെ ഉണ്ട്, ഒരു മാറ്റവും ഇല്ല അതിനകത്തൊന്നും. പിന്നെ പഴയ മാതിരി എപ്പോഴും കാണാൻ പറ്റാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ UK പോയി സെറ്റിൽ ചെയ്തു, അവിടുത്തെ റെസിഡൻ്റായി. അപ്പോൾ ഞാൻ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. അധികം ഇവിടെ കാണും. പക്ഷെ എന്നാലും അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും കാണാൻ സാധിക്കാറ്. ചാൻസ് കിട്ടുമ്പോൾ എല്ലാം ഞങ്ങൾ മീറ്റ് ചെയ്യാറുണ്ട്. ഇപ്പം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ലാലേട്ടൻ്റെ കഥാപാത്രം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ആ കഥാപാത്രത്തെ കുറച്ചുകൂടി ആൾക്കാർ എന്താ പറയുക, ലാലേട്ടനൊരു അക്സെപ്റ്റൻസ് ലാസ്റ്റ് കിട്ടുന്നുണ്ടല്ലോ, ആ നായകൻ അങ്ങനെ അവസാനിക്കുന്നത് കൊണ്ട്. അതെ അല്ല, അത് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ബിക്കോസ് എൻ്റെ ആദ്യത്തെ പടം ഒരു തലൈരാഗം, അത് ഒരു റൊമാൻറ്റിക് സ്റ്റോറി ആയിരുന്നു. പിന്നെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ വന്നപ്പോഴും ഞാൻ അതിൽ മെയിൻ ക്യാരക്ടർ ചെയ്യുന്നു. റൊമാൻറ്റിക് സ്റ്റൈലാണല്ലോ അത്. അപ്പം ആ കാലത്ത് റൊമാൻസിനൊരു നല്ല ഉള്ളൊരു സമയമായിരുന്നു. ഇതെനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് വില്ലൻ വേഷങ്ങൾ ഇഷ്ടമാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും അതിനകത്ത്. അധിക ആർട്ടിസ്റ്റുകളോട് ചോദിച്ചാൽ അവർക്കൊക്കെ വില്ലൻ വേഷങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇപ്പൊ റൊമാൻറ്റിക് ചെയ്തവർക്ക് ശരിക്കും റൊമാൻറ്റിക് ഹീറോ എന്ന് വിളിക്കുന്നത് തന്നെ ഇഷ്ടമല്ല. സാറിന് എപ്പോഴെങ്കിലും അതൊരു ഭാരമായിട്ട് തോന്നിയിട്ടുണ്ടോ, റൊമാൻറ്റിക് ഹീറോ എന്ന് തന്നെ അഭിസംബോധന ചെയ്യുന്നത്? എപ്പോഴും അങ്ങനെ ആൾക്കാർ വിളിക്കുന്നത്. റൊമാൻസ് എന്ന് പറയുന്നത് മോശമൊന്നുമല്ല. അതിപ്പോൾ എത്രയോ എല്ലാവരും റൊമാൻസ് ചെയ്ത് കടന്നു വന്നിട്ടുള്ള ആക്ടേഴ്സാണ്. അപ്പോൾ പക്ഷെ അതല്ല, നമുക്ക് ഒരു ആക്ടർ എന്ന് വിളിക്കുന്നതാണ് നമുക്ക് ഇഷ്ടം, ഒരു നല്ല ആക്ടർ അല്ല. പക്ഷെ ഈ റൊമാൻറ്റിക് ഹീറോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടാറില്ല. ഇപ്പോഴും മാറാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഒരു റൊമാൻറ്റിക് ഹീറോ ആയതുകൊണ്ടാണ് ഇപ്പോഴും ആൾക്കാരുടെ ഉള്ളിൽ സ്ഥാനം കിട്ടുന്നത് അല്ലേ? അത് ഒരു ആൾക്കാർക്ക് അന്ന് ആ കാലഘട്ടത്തിൽ എൻ്റെ സിനിമകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇപ്പോഴും എന്നോട് വലിയ തന്നെയാണ്. പിന്നെ ഇപ്പൊ ഈ ചാനൽസും എല്ലാം വന്നതുകൊണ്ട് എല്ലാവരും എല്ലാ സിനിമയും എടുത്ത് കാണുന്നുണ്ട്, പാട്ടുകൾ യൂട്യൂബിൽ എടുത്തെടുത്ത് കാണും. എനിക്ക് സാറിന്റെ ഒരുപാട് സിനിമ ഇഷ്ടമാണ്. മുത്തോട് മുത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. അതിൽ ശരിക്കും പറഞ്ഞാൽ കളിയാക്കുന്ന അങ്ങ് ഉരുളക്കുപ്പേരി പോലെ മറുപടിയൊക്കെ പറഞ്ഞ് ഒരു വേലക്കാരിയായിട്ട് നമ്മുടെ ആ ഒരു കാണുമ്പോ അവരെ ലാസ്റ്റ് ജീവിത സഖി ആക്കുന്ന ഒരു നല്ല രസമുള്ള ഒരു മൂവിയാണത്. നല്ല മൂവിയാണ്, ഭയങ്കര ഹിറ്റുമായിരുന്നു. അതെ, മുത്തോട് മുത്ത്. അങ്ങനെയുള്ള സാറിന് ഇപ്പൊ ഒരുപാട് റീമേക്കുകളുടെ കാലമാണല്ലോ. സാറിന് ഏതെങ്കിലും ഒരു മൂവി റീമേക്ക് ചെയ്യണമെന്ന് തോന്നി ഏതായിരിക്കും പറയാ? അല്ല, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഇനിയും റീമേക്ക് ചെയ്യാം. ബിക്കോസ് അത് ഇന്നത്തെ അന്നും അതൊരു അഡ്വാൻസ്ഡ് സിനിമയായിരുന്നു. പക്ഷെ ഇന്ന് കുറച്ചും കൂടി അതിനെ വേറൊരു രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ കാണുന്നൊരു സിനിമ അതാണ്. പിന്നെ എൻ്റെ മോഹങ്ങൾ പോകണമെന്ന് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇത്രയും സിനിമകളൊക്കെ വീണ്ടും എടുക്കാൻ പറ്റും. പിന്നെ പേർ എപ്പോഴും ആഘോഷിക്കപ്പെടുന്നത് മേനക, അതുപോലെ തന്നെ ശങ്കർ സാറിന്റെ. പക്ഷേ സുഗമോ ദേവിയിലെ ഉർവശി ചേച്ചി ആയിട്ടുള്ളത് എന്ത് രസമായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. പക്ഷേ ഉർവശിയായിട്ട് എനിക്ക് വേറെ കൂടുതൽ സിനിമയൊന്നും അഭിനയിക്കാൻ പറ്റിയില്ല ആ സമയത്ത്. മേനകയുടെ കൂടെയാണ് ഞാൻ കൂടുതൽ സിനിമ ചെയ്തിരിക്കുന്നത്. അത് മേ ബി അത് അന്ന് എല്ലാവരും ബിസിയാണല്ലോ. അപ്പോൾ ഒരു സിനിമ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് രണ്ടുപേർക്കും അതിൽ അഭിനയിക്കാൻ പറ്റില്ല എന്ന് വരും. അങ്ങനെ മിസ്സായി പോയതാണ്, അത്രയേ ഉള്ളൂ. അന്ന് ആ സിനിമയുടെ സക്സസ് ആയപ്പോൾ ഞാനും വിചാരിച്ചു ഉർവശിയുടെ കൂടെ ഒരുപാട് സിനിമ ചെയ്യുന്നു. പക്ഷെ അതെന്തോ സാധിച്ചില്ല, പറ്റിയില്ല. ഉർവശി ചേച്ചിയായിട്ട് ഇപ്പോൾ എങ്ങനെയാണ് കാണാറുണ്ട്. അത്ര ഒരു വേഴ്സറ്റാലിറ്റി ഉള്ള ഒരു ആക്ട്രസ് ആണ്. ഭയങ്കര ആക്ട്രസ് അല്ലേ അവര്. ഇപ്പൊ സാറിന്റെ പാട്ടുകളാണ്. ആദ്യത്തെ പടം തന്നെ മുന്താനി മുടിച്ചല്ല. ആ പടം കാണുമ്പോൾ തന്നെ അവരുടെ ഒരു പെർഫോമൻസും ഭാഗ്യരാജിന്റെ ഫിലിമില്
എക്സ്ട്രോർഡിനറി. ഉർവശി ചേച്ചി അത് പറഞ്ഞിട്ട് ഞാൻ ഒരു നായികയുടെയും ഒരു നായകന്റെയും നായികയുടെയും സംവിധായകന്റെ നായികയാണെന്ന്, അത്രയും ഒരു വലിപ്പ ചെറുപ്പങ്ങളും ഇല്ലാതെ ഏത് ചെറിയ നായകനായിക്കോട്ടെ ചെയ്യുന്ന ഒരാളാണ്. എന്ത് സംവിധായകനും എന്തായാലും ഉർവശി ഹൈലി ടാലൻറ്റഡ് ആണ്. അവർക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു റിയലി ടാലൻറ്റഡ് ആക്ട്രസ്സാണ് അവർ. പിന്നെ സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ മേനക ചേച്ചിയായിട്ടുള്ള എപ്പോഴും ഇങ്ങനെ ഒരേ കോംബോ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മടുത്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് ശരിക്കും. ബിക്കോസ് കല്യാണം കഴിച്ചിരിക്കുന്ന ആരാന്നറിയാം, സുരേഷ് അല്ലേ, ഏറ്റവും ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞങ്ങളൊരു നല്ല ഒരു ബന്ധമാണ് ഞങ്ങൾ. ഒന്നാമത് മേനകയുടെ പേരൻസ്, ബ്രദേഴ്സ്, അവരൊക്കെ ആയിട്ട് എനിക്ക് നല്ല അടുപ്പാണ്. അപ്പോൾ അവരെപ്പോഴും സെറ്റിൽ വരുന്നു. ഞങ്ങളങ്ങനെ നല്ലൊരു ഫാമിലി പോലെ അങ്ങനെ പോകുന്ന ആൾക്കാരാണ്. ഇപ്പൊ രശ്മിക മന്ദാനി വിജയ് ദേവരകൊണ്ടേ കല്യാണം കഴിച്ചപ്പോ ഫാൻസിനൊക്കെ ഭയങ്കര സന്തോഷമായി. അപ്പൊ ഒരു കാലത്ത് എല്ലാവരും ആഗ്രഹിച്ചതാണ് നിങ്ങളുടെ ഒരു വിവാഹം. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ആ സമയത്ത്. ബിക്കോസ് അങ്ങനെ ഞങ്ങളങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിട്ടില്ല. എന്നും കാണുന്നു, അഭിനയിക്കുന്നു, പോകുന്നു എന്നല്ലാതെ നല്ലൊരു സൗഹൃദം കീപ്പ് ചെയ്തു. പിന്നെ പിന്നീട് സുരേഷ് കല്യാണം കഴിക്കും എന്നുള്ളൊരു ലെവലിലേക്ക് എത്തി. ഇപ്പൊ ലാലേട്ടനും മമ്മൂക്കയ്ക്കും മുമ്പ് സൂപ്പർ സ്റ്റാർ ആയ ഒരാളാണ് ശങ്കർ സാറ്. ശരിക്കും പറഞ്ഞാൽ അതേ ഒരു സ്റ്റാർഡം ഇപ്പോഴും നിലനിൽക്കേണ്ട ഒരാളാണ്. എപ്പോഴും എൻ്റെ സെലക്ഷൻ തെറ്റിപ്പോയി എന്ന് എവിടെയെങ്കിലും സാറിന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞതുമാതിരി ഈ റൊമാൻറ്റിക് റോൾസ് ആണല്ലോ നമ്മൾ കാര്യം. റൊമാൻറ്റിക് ഹീറോസിന് ഒരു സർട്ടൻ ടൈം കഴിയുമ്പോൾ അവരുടെ ആ ഒരു ചാം കുറഞ്ഞു വരും. അപ്പോൾ അതായിരിക്കണം സംഭവിച്ചത്. അതുകൊണ്ടാണ് ഞാൻ വ്യത്യാസമായിട്ട് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ പലതും നമ്മൾ വിചാരിക്കുന്ന മാതിരി നടക്കാറില്ലല്ലോ. ബിക്കോസ് ഞാൻ പറയുന്നത് എല്ലാം ഒരു സമയവും കാലഘട്ടം എല്ലാമാണ് ഇപ്പോൾ നമ്മുടെ നല്ല സമയം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും വിജയിക്കും. അല്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും അത് ശരിയാവില്ല. അപ്പം അങ്ങനെയൊക്കെ. പക്ഷെ നമ്മുടെ ശ്രമങ്ങളുണ്ട്. ഇന്നും നമ്മൾ പലതിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എവിടെയെങ്കിലും ഒരു സക്സസ് ഉണ്ടാവും. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആണ് ഭയങ്കരമായിട്ട്. എവിടെയും അങ്ങനെ എന്താ പറയാ, എല്ലാവരോടും നന്നായിട്ട് ഡൗൺ ടു എർത്ത് ആയിട്ട് ഇടപെടുന്നു. അങ്ങനെ ഇടിച്ചു കയറി പോകാത്ത ഒരാള്, അങ്ങനെയൊക്കെ ഉള്ളത് കുറേയൊക്കെ നെഗറ്റീവായിട്ട് പണ്ട് തൊട്ടേ അങ്ങനെയാണ്. എനിക്ക് അങ്ങനെ ചെയ്യാൻ അറിയില്ല. ബിക്കോസ് ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പേ ആണെങ്കിലും സിനിമയിൽ വന്ന ശേഷമാണെങ്കിലും, ബിക്കോസ് ഞാൻ പെട്ടെന്ന് സക്സസ് കണ്ട ഒരാളാണ്. കുറേ സിനിമയിൽ വന്ന് സ്ട്രഗിൾ ചെയ്ത് ചെറിയ വേഷങ്ങൾ ചെയ്ത് അങ്ങനെയൊന്നല്ല ഞാൻ വന്നത്. എൻ്റെ പടം ഒരു തലയിലാകുന്ന ഹീറോ ആയിട്ട് വന്നു. ഒറ്റ രാത്രി കൊണ്ട് ഞാൻ സ്റ്റാറായി. 365 ദിവസം സിനിമ കളിച്ചു, മഞ്ഞിലെറിഞ്ഞ പൂക്കളും. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ വന്നപ്പോൾ ആ ഒരു എന്തോ ഒരു പവറാണ് എന്നെ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതൊന്നും നമ്മൾ വേറെ രീതിയിലേക്ക് പോകാൻ പാടില്ല. ഞാൻ എപ്പോഴും അതെൻ്റെ ക്യാരക്ടറാണ്. എനിക്ക് അതിന് മാറി വരാൻ പറ്റില്ലല്ലോ. ഭയങ്കര എല്ലാവരോടും സിമ്പിളായിട്ട് ഇടപെടുന്നു. എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടുക, സംസാരിക്കുക, പോവുക, അത്രയൊക്കെ തന്നെ. പിന്നെ സ്വന്തം ശബ്ദത്തിൽ ഡബ് ചെയ്യാത്തത് ഒരു സിനിമ ആ സമയത്ത് തുടക്കത്തിലൊക്കെ ഞാൻ തന്നെ ചെയ്തിരുന്നു. ഇടയ്ക്ക് നമ്മളൊരു സൗകര്യം നോക്കിയിട്ട് മാറ്റിയതാണ്. പക്ഷെ അതിപ്പോൾ ഞാൻ വീണ്ടും ഇപ്പം നമ്മുടെ പടങ്ങളിലൊക്കെ ഞാൻ തന്നെ നല്ല സൗണ്ട് അല്ലേ, നല്ല ഇപ്പോൾ വീണ്ടും ചെയ്യാൻ തുടങ്ങി. സാറിന്റെ ഹെയർ സ്റ്റൈൽ ആണെങ്കിലും ഇപ്പോഴും ഇതുപോലെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ശരിക്കും ആ ഒരു സാറിന്റെ നടത്തം ആയാലും അതൊക്കെ നമ്മൾ ആഘോഷിച്ചവരാണ്. നമുക്കൊന്നും ഒരു തിയേറ്ററിൽ പോയിട്ട് ഒരു സിനിമ കാണാൻ പറ്റിയിട്ടില്ല. അതാ ഞാൻ പറഞ്ഞ റീമേക്ക് ചെയ്യുമ്പോൾ നമുക്കൊന്നും കൂടി കാണാം. പക്ഷെ ശരിക്കും ഈ ഹെയർ സ്റ്റൈൽ സാറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു? അല്ല, അന്ന് നമ്മൾ അങ്ങനെയല്ല. ഒരു ഹെയർ സ്റ്റൈല് അത് ജനങ്ങൾ ഏറ്റെടുത്തു. പടം ഹിറ്റായപ്പോൾ ആ ഹെയർ സ്റ്റൈൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ആൾക്കാരും അത് കുറേയൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങി. നമുക്കൊക്കെ അന്നേരം ഒരു ടീനേജ് ഒക്കെ ആയ സമയത്തും ഈ ശങ്കർ സാറിനോട് ക്രഷ് തോന്നിയ ഒരുപാട് പേരുണ്ട്, പെൺകുട്ടികളെ. ശരിക്കും അങ്ങനെ ക്രഷ് അടിച്ചിട്ട് ഒരുപാട് പേരങ്ങനെ വന്നിട്ടുണ്ടോ വിവാഹ അഭ്യർത്ഥനയൊക്കെ ആയിട്ട്? അതൊക്കെ ലെറ്റേഴ്സിലൊക്കെ അങ്ങനെ വരും, അത്രേ ഉള്ളൂ. അങ്ങനെ കല്യാണം കഴിക്കണം അതൊക്കെ വരും. സിനിമ കണ്ടിട്ടുള്ള ഇൻഫാക്ച്വേഷൻ ആണല്ലോ. നമ്മൾ അവർ വിചാരിക്കുന്ന സിനിമയിൽ കാണിക്കുന്നതൊക്കെ റിയലാണ്. ഇപ്പോൾ ഓടരുത് അമ്മാവ് ആളറിയും, പൂച്ചക്കൊരു മൂക്കുത്തി പ്രിയദർശൻ സാറിന്റെ ഫസ്റ്റ് ഡയറക്ടർ മൂവി, അതിലൊക്കെ ഭയങ്കര നല്ല ടൈമിംഗ് ആയിട്ടുള്ള കോമഡി ഒക്കെ ചെയ്ത് എനിക്ക് കോമഡിയും വഴങ്ങുന്ന തെളിയിച്ച ഒരാളാണ്. പിന്നീട് കുറച്ച് കഴിഞ്ഞ് കോമഡി കഥാപാത്രങ്ങളിൽ എന്താണ് കാണാൻ? എങ്ങനെ നീ മറക്കും, അത് കഴിഞ്ഞ് ദീന്തരികിടത്തവും അങ്ങനെയൊക്കെയുള്ള സിനിമകൾ ചെയ്തു. പക്ഷെ അത് വരണ്ടേ, നമുക്ക് വരുന്ന. ഇപ്പം ഞാനിപ്പോൾ ഈ അടുത്ത് ചെയ്ത് കുറച്ച് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാണ് നമ്മുടെ ഹോട്ടൽ കാലിഫോർണിയ. അതിൽ ഞാൻ കുറച്ച് ഹ്യൂമറാണ് കളിച്ചിരിക്കുന്നത്. ഹ്യൂമർ ക്യാരക്ടേഴ്സ് വരണം.
ഹ്യൂമർ അഭിനയിച്ച് ഫലിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണോ? ആ തീർച്ചയായും ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ വേണം. പിന്നെ ഇതിൽ എല്ലാത്തിനും ഒരു സ്ക്രിപ്റ്റിംഗ് വേണം. നമ്മൾ അസ്ഥാനത്ത് പോയിട്ട് കോമഡി ചെയ്ത് ആരും ചിരിക്കില്ല. ആ സ്ക്രിപ്റ്റിൽ ബ്ലെൻഡായി പോയി കഴിഞ്ഞാൽ ചിരി വരും. പിന്നെ പണ്ടത്തെ ആക്ടേഴ്സിന്റെ കൂടെയൊക്കെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം ശങ്കർ സാറിന്റെ കൂടെ, പുതിയ തലമുറയുടെ ഒപ്പോഴും പഴയ തലമുറയുടെ ഒപ്പം. ഇപ്പം നെടുമുടി ചേട്ടനായാലും ഒരുപാട് സിനിമകൾ നെടുമുടി ചേട്ടന്റെ കൂടെ ചെയ്തു. ഇന്നസെന്റ് ഏട്ടൻ, അവരൊന്നും ഇപ്പം ജീവനോടെ ഇല്ല. അപ്പൊ അവരുടെയൊക്കെ ആ ഒരു നഷ്ടം മലയാള സിനിമയ്ക്ക് ഉണ്ടായ വലിയൊരു നഷ്ടം തന്നെയാണ്. ബിക്കോസ് നെടുമുടി ചേട്ടനെ മാതിരി ഇത്രയും വെർസറ്റൈൽ ആയിട്ടുള്ളൊരു ആക്ടർ ഏതോ യേശുവും, പിന്നെ എനിക്കൊക്കെ അതൊരു പേഴ്സണൽ ലോസ് തന്നെ. ഞാൻ ഒരുപാട് സിനിമയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. എന്നെ ഒരുപാട് ഗൈഡ് ചെയ്തിട്ടുണ്ട് ആക്ടിങ് വൈസൊക്കെ. അപ്പോൾ അതൊരു വലിയ നഷ്ടം തന്നെയാണ്. പിന്നെ ഭരത് ഗോപി, അങ്ങനെ ഒരുപാട് മലയാള സിനിമയിൽ നല്ല പ്രഗത്ഭരായിട്ടുള്ള നടന്മാരൊക്കെ നമ്മളെ വിട്ടുപോയത് അതൊക്കെ ഒരു വലിയ നഷ്ടം തന്നെയാണ്. അന്നേരം ഒരു സിനിമയിൽ എല്ലാം ആക്ടേഴ്സാണ്, വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ എല്ലാവരും, പ്രായമായവരും, ഞാൻ അതാ ഉദ്ദേശിച്ചത്, പ്രായമായവരും യുവതാരങ്ങളാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് സ്ക്രീൻ സ്പേസ് എല്ലാവർക്കും ഉണ്ട്, ഡയലോഗുകൾ. അത് ശരിയാണ്. ഇപ്പൊ അങ്ങനെയുള്ള സിനിമകൾ കുറവല്ലേ? കുറവാണ്. പക്ഷെ നല്ല പല സിനിമകളിലും നല്ല ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട്. ഒരുപാട് നല്ല വേഷങ്ങൾ പലർക്കും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ലാലേട്ടന്റെ കൂടെയും പ്രിയദർശൻ സാറിന്റെ കൂടെയൊക്കെ ശങ്കർ സാറിന്റെ ഒരു പടത്തിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പ്രേക്ഷകർക്ക് ആഗ്രഹിക്കാലോ? തീർച്ചയായിട്ടും. അതൊരു വിളിച്ചാൽ ഞാൻ പോവും. പിന്നെ ലാലിൻ്റെ കൂടെ സിനിമ ചെയ്യും. നാച്ചുറലി നല്ലൊരു വേഷം വരുമ്പോൾ അവർ വിളിക്കും. ഞാൻ ഈ ഇടയ്ക്ക് മുകേഷ് ടോക്സ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ മുകേഷ് ഏട്ടൻ പറയുന്നതിൽ അതിലൊരു തമ്പ് തന്നെ ശങ്കറിന്റെ സ്റ്റാർഡം തെറിപ്പിച്ചതായിരുന്നൊക്കെ പറഞ്ഞിട്ട് ടൈറ്റിൽ തന്നെ അതാണ്. അതിന് കുറേ വ്യൂസും. അത് കണ്ടിരുന്നോ? അപ്പോൾ മുകേഷ് ഏട്ടനായിട്ട് വേണ്ടിയിട്ട് സംസാരിച്ചായിരുന്നോ? മുകേഷ് പിന്നെ അത് രസകരമായിട്ട് എഴുതും, അത്ര പറയുന്നുള്ളൂ. പക്ഷെ അങ്ങനെ സിനിമയിൽ ഒരു കോക്കസ് ഉണ്ട്, അങ്ങനെയൊക്കെ സാർ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. ബിക്കോസ് ആർക്കും ആരെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. ബിക്കോസ് അതൊക്കെ ഞാൻ വന്നത് എത്രയോ വലിയ സൂപ്പർ സ്റ്റാർസ് ഉള്ള സമയത്തല്ലേ എൻ്റെ സിനിമ വന്ന് ഓടുന്നതും ഞാൻ ഒരു സ്റ്റാർ ആവുന്നതും നമുക്കൊരു സ്റ്റാർഡം ഉണ്ടാവുന്നതൊക്കെ. ആർക്കും ആരെയും നശിപ്പിക്കാനൊന്നും പറ്റില്ല. ഇതൊക്കെ കയറ്റമിറക്കമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ചിലവർക്ക് എപ്പോഴും നല്ല സമയമായിരിക്കും, ചിലവർക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. പക്ഷെ പെട്ടെന്ന് എന്താ ഒരു സിനിമയിൽ നിന്ന് ഒരു ഇടവേള എടുത്തിട്ട് എന്തുകൊണ്ടാണ് പോയത്? ചെയ്യുന്ന വേഷങ്ങളിൽ എനിക്ക് മാറി വരാൻ പറ്റാത്തതുകൊണ്ടും ഒരു ഉണ്ടായതൊരു കാര്യം. പിന്നെ ഈ നമ്മൾ എന്താ വെച്ചാൽ ഇന്നൊക്കെ ഞാനൊക്കെ ഇപ്പോൾ ഒരു 200, 210, 15 സിനിമകൾ ചെയ്തു കഴിഞ്ഞു. പക്ഷെ ഇനിയൊരു ആക്ടേഴ്സ് അത്ര സിനിമകൾ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളന്ന് 15, 30 സിനിമ, 28 സിനിമ, 27 സിനിമയൊക്കെ വർഷം ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇനി നടക്കില്ല. ഇന്നിപ്പോൾ എല്ലാവരും ഫോക്കസ്ഡ്, ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൽ ഫോക്കസ് ചെയ്യുന്നു. അത് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സിനിമയിലേക്ക് അവർ പോകുന്നുള്ളൂ. നമ്മൾ ആഴ്ചയിൽ 2 പടമൊക്കെ വെച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അന്നേരം ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരു സിനിമയിൽ അഭിനയിക്കാൻ പോകും. ചിലപ്പോൾ രാത്രി പോയിട്ട് അഭിനയിക്കും. അങ്ങനെയൊക്കെ നടക്കുന്ന ആ ഒരു കാലഘട്ടമായിരുന്നു അത്. എൻജോയ് ചെയ്തിരുന്നു ഒരുപാട്. അത് തന്നെയാണ് നമ്മുടെ ഒരു പ്രശ്നവും. ബിക്കോസ് നമ്മൾ ഒരുപാട് സിനിമ അഭിനയിക്കുമ്പോൾ നമ്മൾ എവിടേക്കും അതിനൊരു ഫോക്കസ് വിട്ടുപോകുന്നുണ്ട്. മനസ്സിലായോ? എല്ലാ സിനിമയിലും അഭിനയിക്കുന്നു, ഒരേ റൊമാൻസ്, പാട്ട്, കാര്യങ്ങൾ. അപ്പോൾ അവിടെയാണ് ഒരു ബ്രേക്ക് ഇടാൻ നമ്മൾ ശ്രമിക്കുന്നത്. ആ സ്ക്രീനിൽ റിയൽ ലൈഫ് മാറ്റണം. റിയൽ ലൈഫിൽ അങ്ങനെ റൊമാൻറ്റിക് ആണോ സാറ്? അങ്ങനെ റൊമാൻറ്റിക് ഒന്നുമല്ല. എനിക്കങ്ങ് കിട്ടിയ സിനിമകൾ അങ്ങനെയാണ്, അത്രേ ഉള്ളൂ. അതിൽ ഞാൻ റൊമാൻറ്റിക്കായിട്ട് അഭിനയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇനിയിപ്പോൾ ഒരുപാട് പാട്ടുകൾ, ഇപ്പോൾ സുഗമോ ദേവി, ശ്രീലതികകൾ, അത് ദേവദാരു പൂത്തു, മനസ്സിൻ താഴ്വരയിൽ, പെട്ടെന്ന് ഇങ്ങനെ കിട്ടുന്നില്ല. അപ്പം സാറിൻ്റെ ആ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ. ചന്ദനക്കുറിയുമായി സുഹൃതം, എഡിറ്റിങ്ങിന് ഭയങ്കരമായിട്ടൊരു ഇമ്പോർട്ടൻസ് കൊടുത്തൊരു പാട്ടാണ് ചന്ദനക്കുറിയുമായി. അപ്പോൾ ആ പാട്ടുകൾ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ മലയാളികൾ പഴയ പാട്ടുകൾ തന്നെയാണ് കാണുന്നത്. അതിലൊരു മുഖമായിട്ട് ഇങ്ങനെ വരാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ ഇലക്കല്ലേ? ശരിയാണ്, അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. സുഗമോദേവിയിലെ പാട്ട് പ്ലേ ചെയ്യാത്ത സമയമില്ല. അതേമാതിരി ദേവദാരു പൂത്തു, ശരൽകാല സന്ധ്യ, പിന്നെ അതുമാതിരി ചന്ദനക്കുറി, അങ്ങനെ കുറേ പാട്ടുകളുണ്ട്. അത് പെട്ടെന്ന് എനിക്കും ഒന്നും കിട്ടുന്നില്ല. സുഗമോദേവിന്റെ ഇടക്ക് വരുന്ന വരികൾ എപ്പോഴും റീലില് നിൻവിരൽത്തോടും കുഞ്ഞു പൂക്കൾ, ആ വരിയൊക്കെ ഇല്ലേ, എല്ലാ റീലിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു താളത്തില്.
അപ്പൊ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സോങ് ഏതാ പാടിക്കൊണ്ടിരിക്കുന്നത്? എപ്പോഴും മൂളുമല്ലോ നമ്മള്, സാറിന്റെ തന്നെ പാട്ട്. ഞാൻ അങ്ങനെ എനിക്ക് പാട്ട് എന്ന് പറയുന്നത് സിനിമയിൽ ഒരുപാട് നല്ല ഗാനങ്ങളിൽ അഭിനയിക്കാൻ സാധിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് പാട്ടുമായിട്ട് വലിയ പാടാണ്. ബിക്കോസ് ഞാൻ പാടാറില്ല എവിടെ, മൂളാറ് പോലും ഇല്ല. അതുമില്ല. എന്നാലും ആ സമയത്തൊക്കെ ആ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്ന സമയത്ത് നമ്മൾ ചുമ്മാ അങ്ങനെ പാടി നടക്കുന്നേ ഉള്ളൂ. ജോഷി സാറിന്റെ കൂടെ സാറ് 9-10 സിനിമകൾ ചെയ്തു. ജോഷി സാറാണ് പഴയ ആ കാലഘട്ടത്തിലുള്ള സംവിധായകനാണെങ്കിലും പുതുമയെ അംഗീകരിച്ച് പുതിയ ടെക്നോളജിക്ക് അനുസരിച്ച് കാലഘട്ടത്തിനനുസരിച്ച് സിനിമ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ജോഷി സാറിന്റെ ആ ഒരു കൂട്ടുകെട്ടിൽ വന്ന സിനിമകളൊക്കെ നല്ലതായിരുന്നു. ഇനിയും അങ്ങനെ ഒരു കൂട്ടുകെട്ട് ആഗ്രഹമുണ്ട് നമുക്ക്. എനിക്ക് ആഗ്രഹമുണ്ട് വരണം. എല്ലാരുമായിട്ട് പിന്നെ നമ്മൾ എണ്ണി പറയുന്ന ഒരുപാട് സംവിധായകരില് ഇനിയിപ്പോ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല വേഷം ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ബിക്കോസ് നല്ല ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന നല്ല വേഷങ്ങൾ ചെയ്യാം. അത് നമ്മുടെ ഏജിനനുസരിച്ചും ഒക്കെ ചെയ്യാം. ഇപ്പം വിനീതേട്ടനായിക്കോട്ടെ, റഹ്മാനൊക്കെ, അവരൊക്കെ ആണെങ്കിലും ഒരു കാലത്ത് അതുപോലെ തന്നെ റൊമാൻറ്റിക് ഹീറോ ആയിരുന്നു. പിന്നീട് ഈ സാറ് പറഞ്ഞതുപോലെ തന്നെ റൊമാൻറ്റിക് ഹീറോ ഒരു 10 വർഷം കഴിഞ്ഞ് അവർക്ക് ആ ഒരു റൊമാൻറ്റിക് താരം എന്നുള്ളത് അങ്ങ് നഷ്ടപ്പെട്ടു പോകും. പിന്നീട് അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യചിഹ്നമായിരിക്കും മുമ്പിൽ. ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടല്ലോ, തമിഴിലായാലും തെലുങ്കിലായാലും എല്ലായിടത്തും റൊമാൻറ്റിക് റോൾസ് ചെയ്തിട്ട് ഒരു സ്റ്റക്കാവുന്നൊരു നിമിഷമുണ്ട്. അപ്പം നമ്മുടെ ഏജ് അപ്പം നമ്മൾ അതൊന്ന് മാറി വരാൻ ശ്രമിക്കുമ്പോൾ ചിലത് വിജയിക്കും, ചിലപ്പോൾ വിജയിക്കാറില്ല. പക്ഷെ തിരിച്ചൊരു വരവുണ്ട്, എല്ലാവർക്കും ഉണ്ട്, അത് സംഭവിക്കും. അതെ, പിന്നീട് എല്ലാവരും വന്നത് നെഗറ്റീവ് ഷെയ്ഡിലും ക്യാരക്ടർ റോളും ചെയ്തിട്ടാണ് പിന്നീട് ഒരു തിരിച്ചുവരവ് നടത്തിയത്. അപ്പം അങ്ങനെ ഒരു മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു വേഷം ഉണ്ടോ? അതന്നെ, എന്തെങ്കിലും നല്ല നെഗറ്റീവ് വേഷം വന്നാൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. ആസ് ആൻ ആക്ടർ ഐ വിൽ ഡു. പിന്നെ പറയാൻ പറ്റില്ല, നമ്മൾ 1-2 സിനിമകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഇപ്പൊ കിഴക്കൂടരും പക്ഷിയിലെ ആൾക്കാർ പറയുന്നുണ്ടല്ലോ സാർ, നമുക്ക് ശങ്കർ സാറിനെ അങ്ങനെ ഇഷ്ടമല്ല. സാറിന്റെ ഒരു നെഗറ്റീവ് ചെയ്തിട്ടുള്ള ഒരു വിജയമല്ലേ ശരിക്കും പറഞ്ഞാൽ അത്? ഒരു നടൻ വിജയിക്കുമ്പോഴല്ലേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കുന്ന ആ ക്യാരക്ടർ, ആ ക്യാരക്ടറിന്റെ വിജയമാണ്. അതെ, ആ ക്യാരക്ടറിന്റെ വിജയമാണത്. ഇനി സാർ എറിക്കിലേക്ക് വരുവാണെങ്കിൽ, എറിക് പിന്റോ, ആ ഒരു പേരെന്താണ് സൂചിപ്പിക്കുന്നത്? എറിക് എന്നാണ് എൻ്റെ പടത്തിന്റെ പേര്. പിന്റോ എന്ന് പറയുന്നത് ഇത് ഗോവൻ ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പേര് കൊടുത്തിരിക്കുന്നു. അതിനൊരു എന്തെങ്കിലും മീനിങ് ഉണ്ടോ? ഇല്ല, എറിക് എന്ന് പറഞ്ഞാൽ ജനറലി പോർച്ചുഗീസ് ബേസ്ഡ്, പോർച്ചുഗീസ് ആണല്ലോ ഗോവയിലൊക്കെ വന്നത്. അങ്ങനെ ആ ഒരു പേരുകൾ അവിടെ കുറേ ഉണ്ടല്ലോ. അങ്ങനെ ഒരു പിന്നെ ഒരു സിനിമയുടെ ഒരു അട്രാക്ഷൻ, അത്രേ ഉള്ളൂ. സിനിമയ്ക്ക് ഇപ്പോൾ എറിക് എന്ന് പറയുമ്പോൾ ആൾക്കാർ എന്താണ് എറിക്, എന്താണ് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. പിന്നെ 3 ഇംഗ്ലീഷുകാരൻ കണ്ട് സിനിമയിലുണ്ടെന്ന്. 3 ഇംഗ്ലീഷുകാർ അഭിനയിച്ചിട്ടുണ്ട്. ഒരാൾ ഒരു നൈജീരിയൻ ആക്ടറാണ്, ഒരാൾ റഷ്യൻ ആക്ടറാണ്, പിന്നെ ഒരാൾ യൂറോപ്പിൽ നിന്നുള്ള ഒരാളാണ്. 3 പേര് അഭിനയിച്ചിട്ടുണ്ട്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അവർ. എറിക് എന്ന് പറയുമ്പോൾ ക്യാരക്ടേഴ്സ് കുറവാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ചെറിയ കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ. സാറിന് ഏതെങ്കിലും സിനിമ ഇൻസ്പയർഡ് ആയിട്ടുണ്ടോ ഇതുപോലെ ചെയ്യുന്ന സമയത്ത്? കണ്ട് ഏതെങ്കിലും വായിച്ച കഥകളോ? ഇൻസ്പിറേഷൻ നമ്മൾ എടുക്കുമല്ലോ, ബിക്കോസ് നമ്മൾ നല്ല സിനിമകൾ കാണുമ്പോൾ ആ സിനിമയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പഠിക്കാനുണ്ടെങ്കിൽ നമ്മളത് നോക്കിക്കണ്ട് അത് ഇൻസ്പയർ ആവും നാച്ചുറലി. അപ്പം അങ്ങനെ ഉണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു കഥ സെലക്ട് ചെയ്യാൻ കാരണം എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് തന്നെയാണ്. എനിക്ക് എന്തെങ്കിലും അതിനകത്ത് എൻ്റേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നോക്കാം ഇനി. അതെ, സാറിൻ്റെ ഒരു വ്യത്യസ്തത എനിക്ക് തോന്നിയത് ഈ കാലഘട്ടത്തിനനുസരിച്ച് ഒരു ഇംഗ്ലീഷ് സിനിമ പോലെയാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ആകാശഗംഗയൊക്കെ കണ്ടൊരു പ്രേക്ഷകരാണ് ഇവിടെ. അതിൻ്റെ 2 ഒക്കെ വന്നപ്പോൾ അത് ഫ്ലോപ്പ് ആയിപ്പോയി. അതെന്ന് വെച്ചാൽ കാലഘട്ടം മാറി. അപ്പം നമ്മൾ ആ ഒരു സിനിമയായിട്ട് വന്നിട്ട് കാര്യമില്ല. ഞാൻ ഇതിപ്പോൾ ഈ സിനിമ ഒരു ഇംഗ്ലീഷ് സ്റ്റൈലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് ആക്സെപ്റ്റ് ചെയ്യപ്പെടണം. ബിക്കോസ് അത് ഓഡിയൻസ് എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയില്ലല്ലോ. അവർക്കത് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുമോ? അവർക്കത് ആക്സെപ്റ്റൻസ് ഉണ്ടാവും. ബിക്കോസ് നമ്മൾ നാട്ടിൽ ചെയ്യുന്ന ഒരു ഹൊറർ മാതിരിയല്ല അത് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ അത് ആക്സെപ്റ്റ് ചെയ്താൽ ഈ പടം വൻ വിജയമാവും. മലയാളികൾ എല്ലാ പടങ്ങളും അക്സെപ്റ്റ് ചെയ്യാറുണ്ട് നല്ലതാണെങ്കിൽ. മൗത്ത് പബ്ലിസിറ്റി ഇപ്പൊ എല്ലാ സിനിമകളും കാണുന്നുണ്ടല്ലോ. മൗത്ത് പബ്ലിസിറ്റി ഇപ്പൊ വലിയൊരു കാര്യമാണല്ലോ. സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാം. അതുപോലെ തന്നെ നെഗറ്റീവ് റിവ്യൂസ് വിടാറുണ്ട്. അതിന് സാർ എങ്ങനെയൊന്ന് നോക്കി കാണുന്നത്? നെഗറ്റീവ് റിവ്യൂസ് അത് വരും. എല്ലാവരുടെയും മൈൻഡ് സെറ്റ് ഒന്നല്ലല്ലോ. അപ്പം ഞാൻ ചിന്തിക്കുന്നത് ഒന്നായിരിക്കും, വേറെ ആൾ ചിന്തിക്കും. നെഗറ്റീവ്സ് ഉണ്ടാവും. നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യപ്പെടുള്ളൂ. നെഗറ്റീവാണല്ലോ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ സാറിന്റെ വലിയൊരു സ്വപ്നമാണ് ഈ മൂവി മാർച്ച് 6-നാണ് റിലീസാവുന്നത്. മാർച്ച് 6-ന് റിലീസാവുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം.
ബിക്കോസ് ഈ സിനിമയൊക്കെ തിയേറ്ററിലാണ് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ആ സൗണ്ടും ഒക്കെ നമുക്ക് സൗണ്ടും എഫക്ട്സും ഒക്കെ വിജയിച്ചാൽ അതെനിക്ക് ഗുണം ചെയ്യും. അതെ, സാറിന്റെ സിനിമ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സിനിമ കാണണം. മാർച്ച് 6-നാണ് തിയേറ്ററിൽ പോയി കാണാം. ഓക്കെ സാർ, താങ്ക് യു.